സിദ്ധു കേട്ടിരുന്നു ഇവളുടെ അട്ടഹാസം. എന്താ ആന്റി പറയുന്നേ? ആരട്ടഹസിച്ചു? ഞാൻ പ്രതികരിച്ചു, അതാ ചെയ്തത്. എനിക്ക് അട്ടഹസിക്കാൻ അറിയില്ല ആന്റി. അവള് നിന്നെ എടിയെന്ന് വിളിച്ചാ നിനക്കങ്ങ് പൊള്ളുവോ? ആന്റിയുടെയോ അമ്മയുടെ സ്ഥാനത്തുള്ളവരെ എടിയെന്ന് വിളിച്ചാ ഞാൻ കാര്യമാക്കില്ല. ചിലര് സ്വാതന്ത്ര്യം കൊണ്ട് വിളിച്ചാലും അത് ആ രീതിയിലേ എടുക്കും. പക്ഷെ എന്നെ അവഹേളിക്കാൻ വേണ്ടി എടിയെന്ന് വിളിച്ചാ അതിനെ ആരായാലും ഞാൻ പോടിയെന്ന് പറയൂ ആന്റി. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ അച്ഛാ? ഓ, സിദ്ധു ഇവള് പറഞ്ഞത് നന്നായി അഭിനന്ദിക്കുകയാണോ? കുടുംബം തകർക്കാൻ നോക്കുന്നവളാ ഇവള്. അവളെ എടി പോടിന്നൊക്കെ ആന്റി കുറെ നേരമായിട്ട് പറയുന്നു. ഞാനൊരു മനുഷ്യ സ്ത്രീ ആണെന്നുള്ള പരിഗണന കൂടി തരണം പ്ലീസ്. അവളുടെ ഒരു പ്ലീസ്. മീര ഈ കുടുംബത്തിലെ എല്ലാമാ, അതറിയണം. ആയിരിക്കാം, മീര ഈ കുടുംബത്തിലെ എല്ലാം ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ പോലൊരു പെൺകുട്ടി ഇങ്ങോട്ട് കാണിക്കുന്ന മര്യാദയെ അങ്ങോട്ടും കാണിക്കും. ബഹുമാനം കൊടുത്ത ബഹുമാനം വാങ്ങേണ്ടത്. നീ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് കരുതിയാ മീര അങ്ങനെ പ്രതികരിച്ചത്. അത് മനസ്സിലാക്കാമായിരുന്നില്ലേ? ആടിപ്പൊളി, സൂപ്പർ. എന്താ മുരളേട്ടാ, ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറിയോ? ദേ നോക്ക്. അയ്യോ, ഇത് ബ്രഹ്മദത്തൻ തിരുമേനിയല്ലേ? ആ അതെ, നീ വാർത്തയൊന്ന് വായിച്ചു നോക്ക്. കപടസ്വാമിയെ പുറത്താക്കി. പ്രശസ്ത സന്യാസിയായ ബ്രഹ്മദത്തൻ തിരുമേനി സ്നേഹാശ്രമത്തിൽ നിന്നും കൊച്ചുസ്വാമി എന്നറിയപ്പെട്ടിരുന്ന അന്തേവാസിയെ ബ്രഹ്മദത്തൻ തിരുമേനി പുറത്താക്കി. ആശ്രമത്തിലെ നിഷ്ഠകൾക്ക് വിരുദ്ധമായി ചെയ്ത ചില കാര്യങ്ങളെ മുൻനിർത്തിയാണ് കൊച്ചുസ്വാമിയെ പുറത്താക്കിയത്. സന്യാസ സമൂഹത്തോട് അവമതിപ്പുണ്ടാക്കുന്ന പലരും ചില ആശ്രമത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്നും അവരെ കണ്ടെത്തി പുറത്താക്കുമെന്നും ബ്രഹ്മദത്തൻ തിരുമേനെ അറിയിച്ചു. അല്ല, ഈ കൊച്ചുസ്വാമിയല്ലേ ദേവികയെ കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലേക്ക് അയച്ചത്? ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞിട്ടാണെന്നല്ലേ ഇയാൾ പറഞ്ഞു? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഇയാള് പറഞ്ഞൊന്നും വിശ്വസിക്കരുതെന്ന്. ഞാനും അയാൾ പറഞ്ഞ കാര്യം അറിഞ്ഞപ്പോ വിശ്വസിച്ചു പോയി. ഇനി അന്വേഷിക്കേണ്ടത് അയാളെ കൊണ്ട് ആര് പറയിച്ചു എന്നാണ്. അന്വേഷിച്ചെന്ന അയാളിലേക്ക് നമ്മൾ എത്തിച്ചേരും. പ്രഭാവതി, പലവട്ടം പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ തല തന്നെയാ ഇതിന്റെയൊക്കെ പുറകില്. ഇങ്ങനെ ഈശ്വര, ഇയാള് ഇത്രയും കുഴപ്പക്കാരനായിരുന്നോ? ഈ കുഴപ്പക്കാരനെ ആദ്യം വിശ്വസിച്ചില്ലേ? അതുപോലെ തന്നെ അമ്മയുടെ പ്രഭകുഞ്ഞിന്റെ കാര്യവും. പ്രഭയാന്റിയുടെ സത്യവും അമ്മ ഒരിക്കൽ തിരിച്ചറിയും. അമ്മ, ഈ കൊച്ചുസ്വാമി അവിടെ കൊണ്ടുവന്നത് പ്രഭയാന്റി ആയിരിക്കുമെന്നാ മുരളേട്ടൻ പറയുന്നത്. അല്ല മോളെ, പ്രഭകുഞ്ഞ് ആ രീതിയിലൊന്നും. ഏയ് വേണ്ട, മതി. അമ്മ ഒന്നും പറയണ്ട. അമ്മ പോണം, സമയമായി. ഗൗരി, ഇതൊക്കെ അനുഭവം വരുമ്പോ താനേ മനസ്സിലായിക്കോളൂ. എന്നാലും ആ കൊച്ചുസ്വാമിയെ ഞാനും കൈയെടുത്ത് തൊഴുതല്ലോ. അമ്മേ, ഞാൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ആ പ്രഭയാന്റിയെ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ വിഷമിക്കാതെ. സത്യത്തില് എനിക്ക് സന്തോഷാ. ഇന്ന് കോടതിയിൽ ഒപ്പിടുന്നോടെ ഡിവോഴ്സ് പേപ്പർ കിട്ടും. ഒരു ദുരിത ജീവിതത്തിൽ നിന്ന് നിയമപരമായിട്ട് മോചനം കിട്ടുമല്ലേ?
സന്തോഷിക്കേണ്ട അവസരമല്ലേ ഇത്? അച്ഛന്റെ വിഷമവും വേദനയും ഒക്കെ എനിക്കറിയാം. ഏതൊരച്ഛനും കരഞ്ഞു പോവും മകള് വിവാഹമോചനം നേടുവാണെന്നറിയുമ്പോ. പക്ഷെ അച്ഛ, ഈ വിവാഹ ജീവിതം തുടർന്നാലുണ്ടാകുന്ന ദുരന്തങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ ഈ വിഷമം നിസ്സാരമല്ലേ? പേപ്പറൊക്കെ കൈ കിട്ടിയ ശേഷം ഇവിടെ എല്ലാവർക്കും ആയിട്ട് ഞാനൊരു പാർട്ടി നടത്തുന്നുണ്ട്. നമുക്ക് ഒന്ന് കറങ്ങാനൊക്കെ പോണം. ശരി അച്ഛാ. നീ എനിക്ക് എന്താ കോഫി കൊണ്ടുവരാഞ്ഞ? എന്ത്? നീ ഇവിടുത്തെ ഹോം നേഴ്സ് അല്ല. സിദ്ധു അങ്കിളിനെ നോക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് അടുക്കളക്കാരി തന്നെയാ. രാവിലെ കോഫി കൊണ്ട് തരാത്തെന്താ? അത് പറ. ഒരു കോഫി കൊണ്ട് തന്നു വെച്ച് നിന്റെ വള ഊരി പോവോ? മീര പോയേ. മീരേന്നോ? മീര മാഡം വിളിക്കണേ. മാഡം എന്നല്ല, ഇടവന്ന് വിളിക്കാം. എന്താടി? ദേ മീരേ, തേവക്കാട്ട് ജോലിക്കാരോട് കൽപ്പിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ എന്ത് ചെയ്യൂടി? കൊമ്പത്തെ തമ്പുരാട്ടിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ ഇപ്പൊ പറഞ്ഞു വന്നത് എന്നെ തല്ലുന്നല്ലേ? അതെ, തല്ലടി. എന്താ? എന്തു പറ്റി മോളെ? ആന്റി, ഇവക്കെന്നെ തല്ലണെന്ന്. തല്ലടി, തല്ലാൻ. എന്താ ദേവിക ഇത്? ദേവിക ഒന്നകത്ത് പോ. തുടങ്ങി വെച്ചത് ഞാനല്ല. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മീര മനഃപൂർവ്വം ശ്രമിക്കുക. അവിടെയാ പ്രശ്നങ്ങൾ തുടങ്ങിയത്. നീ എന്നെ പേര് വിളിച്ചില്ലേ? മാഡം വിളിക്കാൻ പറഞ്ഞപ്പോ ഇടവന്ന് വിളിക്കുന്നു പറഞ്ഞ് കളിയാക്കിയില്ലേ? ആന്റി, ഞാൻ പറഞ്ഞില്ലേ, വീട്ടു ജോലി ഒന്നും ചെയ്യാതെ രാത്രി മുഴുവൻ ഭർത്താവിനോട് കൊഞ്ചി കൊഴിഞ്ഞു കിടക്കുക. അയാളെ വിളിച്ചു പറ ഇവളെ വിളിച്ചോണ്ട് പോവാൻ. അയാളൊന്ന് വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ പറയായിരുന്നു. ഇവിടെ നിന്ന് പറഞ്ഞാ മതി, കേട്ടോളൂ. അതെങ്ങനെ? ഓ, അത് ശരി. മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലേ? തെളിവുണ്ടാക്കാൻ വേണ്ടിട്ട്, ഭർത്താവിനെ കേൾപ്പിക്കാൻ അല്ലേ? ആന്റി, ആന്റി ഇടപെട്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തല്ലും. തല്ലിയ തിരിച്ച് വാങ്ങും. എന്താടി പറഞ്ഞേ? എന്നെ തല്ലിയ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവില്ലെന്ന്. എടി മീര, മാറിയിരിക്കാം അങ്ങോട്ട്. നന്ദ, നീ എന്നെ തടഞ്ഞല്ലേ? സത്യം പറ, നിന്റെ ആരാ ഇവള്? ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു രക്ഷകനായിട്ട് നിഴൽ പോലെ കൂടെയുണ്ട്. പറയാം, എല്ലാം ഞാൻ പറയാം. ഇനി നമ്മൾ തമ്മിൽ കാണണമെങ്കിൽ നീ എന്റെ കാൽക്കൽ വീണ് യാചിക്കണം, ക്ഷമ ചോദിക്കണം. നീ ആരാടാ? എന്റെ തൊലിവെളുപ്പ് കാണിച്ച് നിന്നെ വലവീശി പിടിച്ചതാണോ ഞാൻ? പ്രാണനെ പോലെ സ്നേഹിച്ച് പെണ്ണിനെ ചതിച്ചിട്ട് വഴിവിട്ട ബന്ധം കണ്ടെത്തിയപ്പോ നിനക്കെന്നെ വേണ്ട അല്ലേ? വേണ്ട, എനിക്ക് നിന്നെ ഇനി കാണണ്ട. നീ പൊയ്ക്കോ. എടാ ചെറ്റേ, അന്നത്തിനും കാണിച്ചിട്ട് നീ എന്നെ ഒഴിവാക്കാണല്ലേ? നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചോളാ ഞാൻ. നിന്നെ മാത്രം മോഹിച്ച് ജീവിതം തീർത്തവളാ ഞാൻ. നിർത്തടി. എന്നെ ഓർത്തുള്ള ജീവിതം. നീയും നിന്റെ നന്ദനും തമ്മിൽ വഴിവിട്ട ബന്ധമല്ലായിരുന്നോ? എന്താണ് പറഞ്ഞേ? എന്റെ ദേഹത്ത് തുടരുതിനി. സത്യം പറയുമ്പോഴേ പൊള്ളിയിട്ട് കാര്യമില്ല. നീ തന്നെ എന്നോട് പറഞ്ഞില്ലേ, നീയും നന്ദനും തമ്മിൽ ഒരു രാത്രി ഒരു മുറിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്. പ്രകാശ് അല്ല നന്ദൻ.
കറക്റ്റാ. പ്രകാശം നിന്റെ ദേഹത്ത് ഇന്നേ വരെ തെറ്റായിട്ടൊന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. എന്നോടൊപ്പം വീരം കഴിച്ച് ചന്ദ്രോത്ത് കയറി ചെന്ന നീ നന്ദന്റെ റൂമിലല്ലേ കഴിഞ്ഞത്? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നമ്മൾ പോയി കമ്പനി കൂടിയിട്ട് എനിക്ക് അവിടെ നിന്ന് ഒഴിവാകേണ്ടി വന്നു. നീ നിന്റെ നന്ദനെ വിളിച്ചു വരുത്തി, എന്നിട്ട് ആഘോഷിച്ചു. അതിന്റെ അടയാളമല്ലടി നിന്റെ കഴുത്തി കിടക്കുന്നത്. ഈ മഞ്ഞ ചരടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന താലി നിന്റെ ഭാവി വരന്റെ സമ്മാനമല്ലേ? അവനോടൊപ്പം സൂചിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ എന്നെ തെറ്റുകാരനാക്കാൻ വന്നിരിക്കുന്നു അല്ലേ? നീ നന്ദന്റെ ഭാര്യ. അവന് ശരീരവും മനസ്സും പങ്കുവെച്ച ഒരു വൃത്തികെട്ട പെണ്ണാ നീ. നീ ഇനി ജീവിക്കരുത്. മരണത്തിനപ്പുറം നിനക്ക് വേറെ ശിക്ഷയില്ല. നിന്നെ ചതിക്കുന്നത് പ്രകാശാണെങ്കിൽ നീ അവനോട് തീർക്ക് നിന്റെ ദേഷ്യം. കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല. പിന്നീട് നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീയും മരിക്കും. കുട്ടിയോട് അൺകോൺഷ്യസ് ആയി കിടപ്പുണ്ട്. ഒന്നും കൂടി വരാമോ പ്ലീസ്? കണ്ടില്ലേ?
ഏയ് കുട്ടി, ഏയ് കുട്ടി, ഹലോ, ഏയ് ഹലോ. സിദ്ധു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. മീര ഗുരുതരാവസ്ഥയിലാണെന്ന്. ഭയപ്പെടണ്ട, ഭയപ്പെടാതെ ഞാനുണ്ട്. ഇനി ഞാൻ തളരില്ല. മീരയെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല. നമ്മുടെ മരുമകൾ അവള്, നന്ദൻ താലി കെട്ടിയ പെണ്ണ്. അവളെ എനിക്ക് വേണം. എന്താണ് കാരണമെന്നറിയട്ടെ. അവളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെങ്കിലും ശരി, പ്രഭ വെറുതെ വിടാൻ പോകുന്നില്ല. കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാ. മീരമോൾ എന്തിനാ അത് ചെയ്തെന്നറിയില്ല. പക്ഷേ ഇവള് കാരണമാണതെന്ന് വരുത്തി തീർക്കണം. തൃപ്തിയായല്ലോ? ആഗ്രഹിച്ചത് നടന്നപ്പോ തൃപ്തിയായല്ലോ നിനക്ക്? ഞാൻ പലവട്ടം മുന്നറിയിപ്പ് തന്നതാ, ഇതൊരു അത്യാഹിതത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന്. എനിക്കറിയാമായിരുന്നു ഇതാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇന്ന് തന്നെ അത് നടക്കുമെന്നും അറിയാമായിരുന്നു. എന്താ എന്താ എന്റെ കാര്യം? കേട്ടോ, കാത് തുറന്നു കേട്ടോ. മീര ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചു. മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കുക. അവക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ആഗ്രഹിച്ചത് നടക്കില്ല എന്നറിഞ്ഞപ്പോ അവസാനത്തെ വഴി തെരഞ്ഞെടുത്തു. അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ കാലുമാറുമെന്ന് അവൾക്ക് സംശയമായി തുടങ്ങി. അവളുടെ ചോരയ്ക്ക് നിന്നെ കൊണ്ട് എണ്ണി എണ്ണി സമാധാനം പറയിപ്പിക്കും ഞാൻ. ഭവിഷ്യത്തുകൾ നേരിടാൻ ഒരുങ്ങിയിരുന്നോ? സമാധാനമില്ലാത്ത ദിവസങ്ങളാ ഇനി നിന്റെ മുമ്പിൽ.